ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്ന നൈറ്റ് ഡ്രൈവിനാണ്. എന്തെങ്കിലും പറയാണ്ടോ? നല്ല എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ആ ഫ്രൂട്ട്സ് കാണുമ്പോൾ തന്നെ കണ്ടോ, നോക്കി കണ്ടോ, എല്ലാം ഉണ്ട് അവിടെ. മാങ്കുളം പോണ വഴി കാണിച്ചോളേ. മാങ്കുളം പോണ വഴി, മാങ്കുളം ആനക്കുളത്തിനൊക്കെ പോണ വഴി. ഇന്നിങ്ങോട്ടാണ് ഫുള്ള് ടൂറിസ്റ്റുകൾ പോയിക്കൊടുക്കുന്നത്. അപ്പൊ ആനയെ കാണാൻ പറ്റും പോയാ. ഇപ്പൊ ഈ സമയത്ത് വന്ന അവിടെ നിറച്ച ആനകളാണ്. അടിമാലിയെ നിറച്ച് വണ്ടികളുടെ കൈ ഇവിടെ. ഇവിടെ നമ്മുടെ അടിമാലി തിയേറ്റർ ഉണ്ട്. അകത്തേക്ക് പിടിക്കണേ, ഈ പുറത്തേക്ക് പിടിക്കണേ. ക്യാമറ അകത്തോട്ട് പിടിച്ചില്ലെങ്കിൽ വണ്ടി തന്നെ പോകും. അടിമാലി സെൻട്രൽ ജംഗ്ഷൻ. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ. സെൻട്രൽ ജംഗ്ഷൻ ഇവിടെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങോട്ട് പോകണം, ഏത് വഴിക്കാണോ റൂട്ടാണൊക്കെ. നമ്മൾ നിൽക്കണ ഇങ്ങനെ നോക്കിയോട്ടോ, റൂട്ട് കണ്ടോ. ഇവിടെ വലത്തോട്ട് പോയാൽ വേണ്ട 3-4 വണ്ടി തിരിച്ചു പോകണം. വണ്ടികളെ മൊത്തം ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ട് നമുക്ക് തിരക്കായില്ലേ നോക്കി. എല്ലാ ഹോട്ടലിലും നൈറ്റേടെ എല്ലായിടത്തേക്കും നല്ല തിരക്കാണ്, നല്ല കച്ചവടം. ജംഗിൾ സഫാരി പോയിട്ട് വന്നിറങ്ങുകയാണ്. ചായ കുടിക്കാൻ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകട്ടോ. വന്നിട്ട് ഒരു ബേക്കറി ഉണ്ട്, നല്ല തിരക്കാണ്, ഉണ്ടാവും. ഇഷ്ടംപോലെ വണ്ടികളെ നിർത്തിയിട്ടാണ്. എന്നാലും നമ്മൾ ഇവിടെ കയറി ചായ കുടിക്കാൻ പോകണം. ഓക്കെ, അതെല്ലാം ചാടി ഇറങ്ങിക്കോ. പിച്ചുകൂട്ടൻ ചായ ഉണ്ടല്ലോ, ആണോ? ഇറങ്ങിക്കോ, ഓരോരുത്തർ ഇറങ്ങിക്കോ. മീനാക്ഷിൻ്റെ മീനാക്ഷി അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇല്ല ഗായ്സ്, ചായ തീർന്നു പോയതുകൊണ്ട് തിരിച്ച് കയറുകയാണ്. നമ്മൾ അടുത്ത കടയിലേക്ക് പോകാൻ പോകണം. കയറിക്കോ, എല്ലാവരും കയറിക്കോ. മീനെന്തോ ഭയങ്കര ആലോചനയില്ല. എന്നാ കുത്തിപ്പിടിച്ചിരിക്കുന്നത്? കട്ടൻ കാപ്പി പിടിക്കാനല്ലേ കുഞ്ഞിനെ? കുഞ്ഞിനെ പറഞ്ഞേ എന്തിനാണ് കയറി? എന്നായ കാപ്പി ചായയോ? കുഞ്ഞാറ്റയ്ക്ക് പാലും ബൂസ്റ്റും മേടിച്ചിട്ട് പോകാൻ ഓർത്തിരുന്നു. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. മീനുവിനെ വലിയ ആകാംക്ഷയോടെ പോകണം, അതും പോയി. കുഞ്ഞിനെ അറ്റാക്ക് ചെയ്തു. ആണോ? എനിക്കറിയാമായിരുന്നു. കളഞ്ഞു, മൊത്തം കളഞ്ഞു. ഉണ്ടോ? ചാടിപ്പോയി. പറക്ക് വെച്ചോ, പറക്ക് വെച്ചോ. അങ്ങനെ ഒരു കുഴപ്പമില്ല. കുഞ്ഞിന് ചായയില്ലല്ലോ. കിച്ചിക്കുട്ടിന് 50-50 ഇഷ്ടമല്ലേ? പിന്നെ ഇഷ്ടമല്ലാതെ കുഞ്ഞാറ്റയുടെ ബിസ്ക്കറ്റ് കഴിച്ചാൽ വേറൊരു വേറെ സർപ്രൈസ്. നിങ്ങളിത് കാണുമ്പോഴത്തേനെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. നാളെ അല്ലേ? കുഞ്ഞ് എന്താ മേടിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് മാമന്റെ വക ഇതല്ലാണ്ട് വേറെ ചെലവുണ്ട് എന്നൊക്കെ പറയുന്നില്ല. ചിലവല്ല, നാളെ ഗിഫ്റ്റ് അങ്ങ് മേടിച്ചാൽ എന്നെ കൊണ്ടുവരുന്ന നോട്ടെ. മീനാക്ഷി ഒരു ജോലി വേണ്ട, പോക്കറ്റ് മണി കിട്ടൂല, അത് തന്നാൽ മതി. അമ്മ തരുമ്പോ കുഞ്ഞിൻ്റെ ഒരു കയ്യിൽ ഗുഡ് അടുത്ത് അടിച്ച് മാറ്റുക ഇല്ലടാ. ഏതാ നല്ലത്? അക്കടാന്ന് കഴിക്കട്ടെ. പൊന്നെ എവിടെ ഇപ്പോൾ ചക്കപ്പുഴുക്കും ചിക്കനും എന്നാ പോലെ കണ്ണിയ മാച്ചാൽ ചക്കപ്പുഴുക്ക് നിന്നിട്ടാണ് ഗുഡ്. പുത്രനും തയ്ച്ചതൊക്കെ
കുഞ്ഞിനെ ഇടയ്ക്ക് അടിച്ചു മാറ്റാൻ പോയി തുടങ്ങി. ആ നിനക്ക് ഗുഡ് ഡേ ഇഷ്ടമല്ല പറഞ്ഞേ? ആണോ അല്ലയോ പറഞ്ഞേ? ആ ഉണ്ടോ? ക്യാമറ പറയില്ല, ക്യാമറ ആയിരിക്കുമ്പോൾ ഒച്ചമേട. ആ നിനക്കത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടല്ലേ? അവൻ രണ്ടും ഇഷ്ടമാണ്. ഉണ്ടോ? രണ്ടും തിന്നണോ? ആണോ? പിച്ചിക്കൂട്ടം മുട്ടൻ കലത്തില്. ആ പറ. തീർന്നോ? അതിനാ അതിനാ ഇപ്പൊ കരയും കുച്ചിക്കൂട്ടൻ. ഇപ്പൊ ചാടിപ്പോന്ന ബിസ്ക്കറ്റ്. കുച്ചിക്കൂട്ടാ എന്നാ നീ എന്തിനാണ് പോയിരുന്നേ? കുഞ്ഞിൻ്റെ കൂടെ നമ്മളേക്കുള്ള ഇവനെ പോക്കില്ല. ആര്? കിച്ചിക്കൊണ്ട് ദുഷ്ടനാണോ? അതിനാ കാരണം? ആ ഓയ്യോ എന്നിട്ടോ? ആണോ ഇതൊക്കെ എന്തെന്ന്? അപ്പോൾ കുഴിമന്തി കഴിക്കാൻ പോയിട്ട് കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിച്ചാൽ എല്ലാവരും വയറ് പറഞ്ഞ് ഹാപ്പി ആയിട്ട് വണ്ടി കയറി കയറി. നമ്മൾ അടിമാലി ശാന്തിഗിരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നല്ല ഹാപ്പി ആയിട്ട് കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് വന്നേക്കോണം. ഇറങ്ങിക്കോ ചാടി ഇറങ്ങിക്കോ. ആ ഇങ്ങനെ ചാടി ഇറങ്ങാം കേട്ടോ. പറഞ്ഞോലെ കേൾക്കണേ കുഞ്ഞിനെയാണ് കണ്ടോ. ചാടി ഇറങ്ങാൻ പറഞ്ഞ് ചാടി ഇറങ്ങി. ആ നമ്മുടെ അമ്പലം കേട്ടോ കണ്ടോ ഗൈസ്. ഇവിടെ ഇങ്ങനെ പോയി ഇരിക്കാൻ നല്ല സെറ്റപ്പാണ്. ഈ സമയത്ത് നല്ല തണുപ്പാണ് അവിടെ. നല്ല തണുപ്പെന്ന് വെച്ചാണ്ടല്ലോ സൂപ്പർ തണുപ്പുണ്ട്. അടേ തലങ്കുത്ത് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ആ ദേ ഇതാണ് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. കുഞ്ഞാറ്റ് ആണോ? അതെ അങ്ങനെ പറഞ്ഞ പോലെ ഇരുന്നു. ആണോ? അതെ ഇതാണ് ശരിക്കും തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. എല്ലാവരും വരുന്നുണ്ട് കണ്ടോ. വണ്ടിയൊക്കെ പോകണ കറക്റ്റ് താഴെ നിന്നാൽ കാണാം കണ്ടോ. അതെ കയറി വരൂ പോരട്ടെ. ദേ സെൽഫി എടുക്കാനുള്ള സെറ്റപ്പ് നല്ല വെട്ടമുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ മേളിൽ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെട്ടവും കണ്ടോ. നല്ല കളർഫുള്ളായിട്ട് കിട്ടും കണ്ടോ. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോരെ. അങ്ങോട്ട് വേണ്ട, വാ കുഞ്ഞിനെ അങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. കുഞ്ഞാറ്റ മിണ്ടാത്തേനാ? വെറുതെയോ? ആ സെൽഫി എടുക്കാന്ന് പറഞ്ഞാൽ സെൽഫി എടുത്തോ. ആ ഫോൺ തരാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ സെൽഫി ടൈമാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? കാണത്തില്ല, എല്ലാവരും കാണാൻ പാടില്ല. ആ ഹാപ്പി. ആ ഒരാൾ ഹാപ്പി ആയിട്ട് അയലുണ്ട്. നമ്മുടെ സെൽഫി ടൈം ആട്ടോ. എല്ലാവരും നിരന്ന് നിന്നങ്ങോട്ട് സെൽഫി എടുക്കണം. അടി കണ്ടോ, കൊള്ളാം. കുഞ്ഞുണ്ണീനെ മാത്രം കാണാനില്ല. അങ്ങനെയുണ്ട്. നല്ല സെറ്റായിട്ട് കിട്ടിയോ? പൊന്നു കിട്ടിയോ? നോട്ടെ എങ്ങനെയാണ് നോട്ടെ. ക്യാമറയിൽ എടുത്ത ഫോട്ടോ. കൊള്ളാം നല്ല ഫോട്ടോ, അടിപൊളി. ഈ രണ്ടാം വരെയുള്ള കയറി വീഴും. കുഞ്ഞിനെ കിച്ചു താഴെറിയുന്നേ തന്നെ സെൽഫി എടുക്കോട്ടോ. കിച്ചുകൂടനെ കൂടെ കിട്ടിയോ? ആ മോളിൽ കയറിക്കാം. നല്ല കിച്ചന് കറക്റ്റ് ഇത് ഇട്ടോളൂ. തോളത്ത് പിടി. കുഞ്ഞിനോട് തോളത്ത് പിടിക്കാൻ പറയാൻ കുഞ്ഞിന് തല കയറി. അപ്പോൾ നമ്മളെ അടിമാലി നൈറ്റ് വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ തീരുവാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന അടിമാലി അമ്പലത്തിലാണ് അല്ലേ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ നമ്മുടെ ഈ യാത്രയും ഈ നൈറ്റ് വൈബൊക്കെ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉള്ള
ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും വെറൈറ്റിയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി ഇടും അല്ലേ? ഇടും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാറിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് വിടണം. അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ പോവാണ് വീട്ടിലോട്ട്. അപ്പോൾ ഞങ്ങൾ സമയം 11 മണി കഴിഞ്ഞു. സമയം 11 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യല്ലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.